ഒന്ന് നമുക്കറിയാം, ഇന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ ആൾക്കാരെക്കുറിച്ച് പറയുന്നത് അവരൊന്നും എംപ്ലോയബിൾ അല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അറിവുണ്ടെങ്കിലും അറിവിൻ്റെ പ്രയോഗം നമ്മുടെ വിദ്യാഭ്യാസം നേടിയ ആൾക്കാർക്ക് വേണ്ട അത്ര ഇല്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഗ്യാപ്പ് പരിഹരിക്കുക എന്നുള്ളതാണ്. നമ്മൾ കേരളത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് കേരളത്തിലെ 10ാം ക്ലാസ് പരീക്ഷ, സ്കൂൾ പരീക്ഷ അടിസ്ഥാന വിദ്യാഭ്യാസമാണല്ലോ. അവിടെ A+കളെക്കുറിച്ച് പറയുന്ന സമയത്ത് അതിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ വലിയ കൊട്ടിഘോഷിച്ച് പറയുമ്പോൾ ഇതേ കാര്യം ചെയ്യുന്ന ഓഫീസർ പറയുന്നത് A+ കിട്ടിയവർക്ക് പോലും എഴുത്തും വായന പോലും അറിഞ്ഞൂടാ, മലയാളം വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല. അപ്പോൾ ഈ യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അടിസ്ഥാന സാക്ഷരത എന്നുള്ളത്. രണ്ടാമത്തെ ഘട്ടമാണ് പഠനം എന്ന് പറയുന്നത്. റോട്ട് മെമ്മറിയിൽ നിന്നും കാണാപ്പാഠം പഠിച്ച് പഠനം പരീക്ഷ എന്നുള്ള പഠനം എന്ന് പറയുന്ന കുറച്ചും കൂടിയും ഇൻഡെപ്തിലേക്ക്, ഒരു ക്രിട്ടിക്കൽ അനാലിസിസിലേക്ക്, എക്സ്പീരിയൻഷ്യൽ അനുഭവ ജ്ഞാനം, അനുഭവിച്ചറിഞ്ഞിട്ട് പരീക്ഷണം നടത്തി പ്രൊജക്റ്റ് വർക്ക് നടത്തി ഈ രീതിയിലുള്ള ഒരു പഠന പ്രക്രിയയിലേക്ക് മാറുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ന് നമ്മുടെ പണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിനാണ് നമ്മുടെ ഭാരതീയ ഭാഷകൾ ഒഴിച്ചു നിർത്തിയിരുന്നത്. അത് ക്രമേണ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും തൊഴിലിൻ്റെയും ബാക്കി എല്ലാ മേഖലകളുടെയും ഭാഷ ഭാരതീയ ഭാഷകളല്ലാത്തത് കൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിനും ഭാരതീയ ഭാഷകൾ പൊതുവേ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം തിരിച്ച് ഭാരതീയ ഭാഷകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സമീപനമാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ രീതിശാസ്ത്രത്തിൽ അല്ലെങ്കിൽ മെത്തേഡിലേക്ക് വരുന്നത്, അതിൻ്റെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ പറയുന്നത്. മറ്റൊന്ന്, പഠനത്തിൻ്റെ തുടർച്ച എന്നത് ജോലിയിൽ അവസാനിക്കാതെ ഗവേഷണ ബിരുദത്തിനപ്പുറത്തേക്കുമുള്ള ഗവേഷണ പഠനങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തെ ചേർക്കും. അങ്ങനെ ഒരു സമഗ്രമായ വിദ്യാഭ്യാസ ചിന്ത. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ഇന്ന് വരെ ഔപചാരിക വിദ്യാഭ്യാസം 1ാം ക്ലാസ്സിൽ ആരംഭിക്കുന്നു, 6 വയസ്സിൽ ആരംഭിക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. കേരളത്തിൽ 5 വയസ്സിൻ്റെ വിവാദം സൃഷ്ടിക്കുന്ന നമുക്ക് അറിയാം. പക്ഷേ ഔപചാരിക വിദ്യാഭ്യാസം 3 വയസ്സിൽ ആരംഭിക്കണം എന്നുള്ളതാണ് വലിയ മാറ്റം. അപ്പം 3 വയസ്സിൽ തുടങ്ങുന്ന 3 വർഷത്തെ ഇന്നത്തെ രീതിയിൽ പറഞ്ഞ അടിസ്ഥാന വിദ്യാഭ്യാസം, ഇന്നത്തെ തുലനം ചെയ്ത പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ, ശിശു വിദ്യാഭ്യാസം എന്നൊക്കെ പറയാം. അപ്പോൾ ആ ശിശു വിദ്യാഭ്യാസം 3 വർഷവും പിന്നെ 1ഉം 2ഉം കൂടി വരുന്ന ഫൗണ്ടേഷൻ സ്റ്റേജ് അടിസ്ഥാന വിദ്യാഭ്യാസം, അവിടെ ഈ കുട്ടിയുടെ സാമൂഹികവും മാനസികവുമായ കൃത്യത ഉറപ്പുവരുത്തുന്ന വിദ്യാഭ്യാസ പ്രക്രിയയിലേക്ക് തയ്യാറാക്കുന്ന രീതികൾക്കൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ലോകത്ത് വികസിച്ച് വന്ന ECCE, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ള കൺസെപ്റ്റിന് ഭാരതീയ ചിന്തക്കനുസരിച്ച് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ, ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കുന്നു. ഏറ്റവും വലിയ ലക്ഷ്യം ഹയർ എഡ്യൂക്കേഷനിലേക്ക്, +2 കഴിഞ്ഞിട്ടുള്ള ഹയർ എഡ്യൂക്കേഷനിലേക്ക് 50% എൻറോൾമെൻറ്റ് എത്തണം. ഭാരതത്തിലെ യുവതയുടെ 50% ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകണം. 50%-ലെ 12ാം ക്ലാസ് വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളിൽ തൊഴിൽ ചെയ്യാനുള്ള, സ്വാശ്രയത്വത്തിലേക്ക് നയിക്കാനുള്ള വർക്ക് ഫോഴ്സാക്കി മാറ്റണം. ഈ 2 രീതിയിലുള്ള കാഴ്ചപ്പാടാണ് ഉള്ളത്.